മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹംസാഭ്യാം പരിവൃത്ത പത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദ്വിഭും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രഹൃഷ്ടാത്മനേ നമഃ. ഓം വീതരാഗഭയക്രോധശോകമോഹമാനസായ നമഃ. ഓം അവ്യയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമാന്തജ്ഞായ നമഃ. ഓം ആജ്ഞാനുവർത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദസ്വരൂപായ നമഃ. ഓം അഗ്രാഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധിനിഹന്ത്രേ നമഃ. ഓം നാശിതാശേഷകൽമഷായ നമഃ. ഓം ഭക്തിസംയുക്തായ നമഃ. ഓം സ്ഥൂലസൂക്ഷ്മകാരണശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യസമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ഓം സഗുണപൃഥ്വ്യാദിഭൂതോത്തരാ ചന്തം ചിന്തും നിലാവിനൊളിവെളിയിൽ വിയത്ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചെന്തിമിഴിച്ചെങ്കതിർനിര ചൊരിയിച്ചന്ധകാരാനകറ്റി ചിന്താസന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. പച്ചക്കള്ളം വിതറ്റി പഴവിന കുടികെട്ടിക്കിടക്കുന്നൊരിമ്മേ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനൊടെഴുന്നള്ളിപ്പടിക്കൽ കിടക്കും പിച്ചക്കാരന്നു വല്ലോ മുരുഗതി തരണേ മറ്റെനിക്കാരുമില്ലേ. ജ്യോതിശ്ചക്രം കണക്കിൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. വെയിലും ലാവ
കനലൊളി നടുവിൽ കാലുമൂന്നിപ്പിടിച്ചമ്മയിലിന്മേൽ ആടുമുണ്ണി മറയരുതു മനോമൗന വീട്ടിൻ വിളക്കേ. റെയിലിൻ വേഗം ജയിക്കും ജരനരമുതലാം മൂഢരും ഞാനുമായി ജയിലിൽ പാർപ്പാൻ ഞെരുക്കം ജവമയി പരമൻ ചിത്സുഖം നൽകിടേണം. സ്പഷ്ടം ദ്രാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിടുവാൻ പിന്നെ ആട്ടേ. കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഉൾത്തീ മാറ്റാനുപായത്തുനിവിനിയ മനക്കൺമണി നീ തരാഞ്ഞാലുൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തു പോട്ടെന്നുറച്ചോ. പിച്ചും ഭ്രാന്തം പിടിച്ച പിണി അറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം. പിഴകളഖിലവും നീ പൊറത്താളുമല്ലോ. എത്ര ആനന്ദം ഗുരു അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ബ്രഹ്മാനന്ദം പരമസുഖം എന്ന് പറയുന്നത്. ആ സുഖവും വെച്ചിട്ട് ദുഃഖം തേടി നടക്കുന്ന നമ്മൾ യാചിച്ചുകൊണ്ട് നടക്കുന്ന ദുഃഖമാണ്. ഇരിക്കണ എവിടെയാ? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, രത്നം പതിച്ച നീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് കാലെണ്ണ ചോദിച്ചുകൊണ്ട് നടക്കുക. ഇരിക്കണം മുഴുവൻ എവിടെയാ? സുഖം ഇവിടെയുണ്ട്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഭഗവാന്റെ സ്തോത്രഗതികൾക്കൊക്കെ നല്ല ശക്തിയുണ്ട്. അതൊക്കെ ചൊല്ലി കാണുമ്പോൾ ദുഃഖം മാറുന്നു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹത്തിന് പകരം ഒരു മദ്യവർജനം പറഞ്ഞു തന്നു അല്ലേ? മദ്യവർജനം പറഞ്ഞു തന്നു. എന്താണ് ഭഗവാനെ ഞാൻ മദ്യവർജനത്തെ കുറിച്ച് പറയേണ്ടു? എനിക്കറിയില്ല. ഏത് ഭാഷയാണ് ഉപയോഗിച്ചാണ് പറയേണ്ടത്? എങ്ങനെ പറഞ്ഞാലാണ് മതിയാവുക? ഓരോ കുടുംബങ്ങൾ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം ഇന്ന് അതിൻ്റെ പിടിയിൽ മനസ്സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട് അമ്മയെ കൊന്നിട്ട് പോലെ അച്ഛനെ കൊല്ലണമെന്ന് പറയുന്നു. 5 കൊല ചെയ്താലും ഇനിയും കൊല ചെയ്യണമെന്ന് പറയുന്നു. മദ്യവും മയക്കുമരുന്നും ഇന്ന് സമൂഹത്തിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുമ്പോൾ ഗുരുവിൻ്റെ മദ്യവർജന ദർശനം ഏറെ പ്രസക്തിയുണ്ട്. 6 ശ്ലോകം, ബാക്കിയുള്ളതെല്ലാം ഒരു ശ്ലോകത്തെ പറഞ്ഞു വെച്ചപ്പോൾ പഞ്ചധർമ്മങ്ങളിൽ ബാക്കി 4 എണ്ണം ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു വെച്ചപ്പോൾ എന്തിനാണ് ഭഗവാനെ അങ്ങ് 6 ശ്ലോകങ്ങളിലൂടെ മദ്യവർജനം പറഞ്ഞു തന്നത്? സത്യത്തിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിലേക്ക് വീഴണം. അവിടുന്ന് കണ്ടിരിക്കുന്നു ഈ ലോകത്തെ. ഇന്ന് ലോകത്തെ നേരിടുന്ന പ്രശ്നത്തിനെ ഗുരു കണ്ടിരിക്കുന്നു. ഗുരു പറയാണ്, ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നത് കൊണ്ടാണ് മദ്യം എന്തെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ബുദ്ധി വികലമാക്കിയാൽ ആ മനുഷ്യനെ എന്തിനു കൊള്ളാം? മൃഗങ്ങളെക്കാൾ കഷ്ടം. നോക്കുക, മൃഗങ്ങൾക്ക് എത്ര സ്നേഹമാണ് അവിടുത്തെ കുഞ്ഞുങ്ങളോട്. അമ്മയുടെ സ്തന്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയാ കഴുത്ത് നെരിച്ചു കൊന്നിട്ട് തന്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി അതിനെ ഇല്ലാണ്ടാക്കുന്നു. എടുത്ത് വെള്ളത്തിലെറിയാൻ മടിയില്ല, പാറപ്പുറത്ത് അടിച്ചു കൊല്ലാൻ മടിയില്ല. ഈ കലികാലത്തിലെ മനുഷ്യ മനസ്സുകൾ എത്രയോ കാലുഷ്യമായിരിക്കുന്നു. പണ്ടൊക്കെ പുരുഷന്മാരെ നോക്കി മദ്യപാനവും ലഹരി വസ്തുക്കളും വേണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് 10 മടങ്ങ് സ്ത്രീകളും അതിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങോട്ടേക്ക് പോക്കും? എങ്ങനെയാണ് അടുത്തൊരു തലമുറ ലോകത്ത് ജീവിക്കുക? നമ്മൾ പറയുന്നത് എത്രമാത്രമാണ് നമ്മുടെ കുഞ്ഞുമക്കളെ
ഗുരുവിന്റെ പാദങ്ങളിലേക്ക് ആ കൈകളിലേക്ക് പിടിച്ചേൽപ്പിക്കുക. ഗുരുദർശനത്തിന്റെ അമൃതവാണികൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുക. അവരുടെ എന്താ പറയുക, ഒരു നിയന്ത്രണമില്ലാതെ പായുന്ന ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തുവാൻ നാമജപങ്ങൾക്കും ഗുരുഭക്തിക്കുമൊക്കെ സാധ്യമാകുന്നത് കൊണ്ട് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതിക വിദ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ശ്രദ്ധിച്ച് അവരെ വളർത്തണം. മദ്യം വിൽക്കുന്നതും വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം മധ്യസ്ഥ വിക്രയാദാനം സന്താനം ദാനമേവച കദാചിത് നാചരേ ധീമാൻ മഹാപാതകഹേതുകം. പഞ്ചപാപങ്ങളിൽ ഒന്നാണെന്ന് പറയാം. അതുകൊണ്ട് മദ്യപനെ കണ്ട മദ്യം വിൽക്കുകയും വാങ്ങുകയും എല്ലാം ശേഖരിച്ച് വെക്കുകയും എല്ലാം ചെയ്യുന്നത് മഹാപാപമാണെന്ന് ഗുരു പറയുകയാണ്. പിന്നെ പറയുകയാണ്, മദ്യപനെ കണ്ടാൽ ഒരു മാറാരോഗിയെ കണ്ടാൽ എന്നതുപോലെ ഓടി ഒളിക്കണം. അവന്റെ ദേഹം, അവന്റെ വീട്, അവൻ സ്പർശിക്കുന്നതെല്ലാം ദുർഗന്ധപൂർണ്ണമായിരിക്കും. അവനെ ഈശ്വരന്മാർ പോലും വെറുക്കുന്നു എന്ന് നിശ്ചിതമായ ഏറെ പരുഷമായ വാക്കുകളിൽ ഗുരു പറഞ്ഞിരിക്കുന്നു മദ്യത്തെ കുറിച്ച്. രണ്ട് കാര്യങ്ങൾ ഗുരു വളരെ ശക്തമായി ലോകത്തിന് നൽകിയിരിക്കുന്ന താക്കീത് അനുസരിച്ചാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സർവനാശം തന്നെയാണ്. അപ്പോ അതിനുശേഷം പഞ്ചധർമ്മങ്ങൾക്ക് ശേഷം ഗുരു പഞ്ചശുദ്ധി പറഞ്ഞു. ശരീരം, വാക്ക്, മനസ്സ്, ഇന്ദ്രിയം, ഗൃഹം. അവിടെ നിന്ന് ഞാൻ കടന്നു പോവുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ശരീരം ശുദ്ധമാകണം, ഇവിടെ വാക്ക് ശുദ്ധമാകണം, മനസ്സ് ശുദ്ധമാകണം, ഇന്ദ്രിയങ്ങൾ ശുദ്ധമാകണം, വീട് ശുദ്ധമാകണം. ഈ 5 കാര്യങ്ങൾ ശുദ്ധമാകണമെന്ന് ഗുരു നമുക്ക് പറയുമ്പോൾ ഗുരു ശിവഗുരു തീർത്ഥാടന ലക്ഷ്യത്തിൽ ശുചിത്വം എന്നത് രണ്ടാമത് ഗുരു തീർത്ഥാടന ലക്ഷ്യമാക്കി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമാണോ? ഗുരുവിന്റെ ജീവിതം എടുത്ത് നോക്കിയാലോ, അല്ലെ? നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ, അല്ലെ? സൗന്ദര്യം പറഞ്ഞ പോലെ ത്രികരണ ശുദ്ധി നിദർശനമായി പ്രഥിതമാഭവത് ശരീരം ഞങ്ങൾക്കു ശരണമാകണേ, ശരണമാകണേ, ശരണമാകണേ പരമസദ്ഗുരു. വാക്കും മനസ്സും പ്രവൃത്തിയും ഒരുപോലെ ശുദ്ധമായ അങ്ങയുടെ ആ ജീവിതം ഞങ്ങൾക്ക് ശരണമാകണേ, മാതൃകയാകണേ. ഭഗവാൻ പറഞ്ഞു തന്നെല്ലാം അനുസരിക്കാനുള്ള അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് തരണേ ഭഗവാനെ എന്ന് ഗുരുവിന്റെ മുമ്പിൽ പോയി എന്നും സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. ഈ കലിയുഗത്തിൽ ജീവിക്കാനുള്ള ജ്ഞാനം തരണേ എന്ന് ഒന്നും ചോദിക്കുന്നതല്ലാതെ ഒരു കുഞ്ഞു വസ്തു പോലും നമുക്ക് ചോദിക്കാനില്ല. കാരണം എല്ലാതും തന്നിട്ടാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മളെ വിട്ടിരിക്കുന്നത്. വിധി വരച്ചത് മാറി വരാൻ പണി, അത് മാറ്റാൻ പറ്റില്ല. ഈ പ്രാരബ്ധ ശരീരത്തിൽ വന്നതിനെ അനുഭവിക്കാനുള്ള ഈശ്വരന്റെ സഹായമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് പുറത്തിരിക്കുന്ന ഈശ്വരനെ അല്ല, നമ്മിൽ തന്നെ ഇരുന്നു കൊണ്ട് അനുഗ്രഹം നൽകുന്ന ഈശ്വരനെയാണ് നമ്മൾ അതിനുവേണ്ടി ആശ്രയിക്കേണ്ടത്. മറ്റാരുമല്ല. നേരായി വന്നിടുക വേറെ ആരുമില്ല ഗതി, ഹേ രാജയോഗ ജനനീ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ ഗുരു പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പോ പഞ്ചശുദ്ധി കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. അവിടെ ഗുരു 4-ാം അധ്യായത്തിൽ സൂതകം, പ്രസവ ശുശ്രൂഷ ഒക്കെ പറയുന്നത്. അതിലെ സൂതകം എന്ന് പറഞ്ഞാൽ ആ പ്രസവവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കതിരിൽ വളം വയ്ക്കുന്നവരാണ്. ഒരു 10-12 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മുടെ മക്കളെ ഗുരുവിനെ പഠിക്കാൻ വാ, ക്ഷേത്രത്തിലേക്ക് വാ, നാമം ചെല്ലാൻ വാ എന്ന് പറഞ്ഞാൽ അവർ വരില്ല. അപ്പൊ ഗുരു പറയുകയാണ് സൂതകം, പ്രസവ ശുശ്രൂഷ. ഒരു സ്ത്രീ വിവാഹിതയായാൽ ആ സ്ത്രീയും പുരുഷനും തനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ സങ്കല്പം ചെയ്യണം. നമ്മൾ ആരെങ്കിലും സങ്കല്പം ചെയ്തിട്ടാണോ നമ്മുടെ മക്കൾ വന്നേക്കുന്നത്? അല്ലേ? എങ്ങനെയോ ജനിച്ചു പോയി. ആദ്യം ഞാൻ ടെസ്റ്റ് റിസൾട്ട് വരുന്നതൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു. പിന്നെ വേണ്ടാതെ വന്നതിനെ കണ്ട് മുഖം കണ്ടപ്പോൾ അങ്ങ്
അതിലേക്ക് ആകർഷണമായി പോയി. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരുന്ന മക്കള്. ഗുരു പറയാ, നമുക്ക് വേണ്ടാതെ ജനിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണമെന്ന് വിചാരിക്കുന്നതിൽ എന്താ നീതിയുണ്ട്? ഇല്ലല്ലോ. അപ്പൊ ഗുരു പറയുകയാണ്, നമ്മളെങ്കിലും കുഞ്ഞു മക്കളൊക്കെ കുറച്ച് പേരുടെ ഇരിപ്പുണ്ട്, ഒരാളെങ്കിലും കേട്ടാൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ കൺവെൻഷൻ ഏറെ ശ്രേഷ്ഠമായി പറയാണ്. ഒരു ശ്രേഷ്ഠനായ പുത്രനെ, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുത്രനെ മനസ്സിൽ സങ്കല്പിക്കുക. ഒരമ്മ രാത്രി കിടക്കുമ്പോൾ നാളെ എനിക്ക് ദോശ അല്ലെങ്കിൽ പുട്ടുണ്ടാകണമെന്ന് കരുതുക. അപ്പോൾ അതിന് എന്തൊക്കെ സാധനം വേണമല്ലോ വീട്ടിലുണ്ട്. ഈ പയറ് ആണ് കറിയെങ്കിൽ പയറെടുത്ത് വെള്ളത്തിലിടുന്നു, ഒക്കെ റെഡിയായി സങ്കല്പം ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്ത് വരും? പുട്ടും കറിയൊക്കെ വരും. ഈ സങ്കല്പമാണ് വന്നത് അല്ലേ? നമ്മൾ എന്ത് സങ്കല്പിച്ചോ അതല്ലേ നടപ്പാക്കണം. നാളെ ഗുരുമന്ദിരത്തിൽ പോകണം, ഇതിനൊക്കെ ചെയ്യണം, ആ സങ്കല്പം അല്ലേ നേരായി വന്നത്. അതുപോലെ എനിക്കൊരു കുഞ്ഞ്, മാതൃകയായ കുഞ്ഞ്, സമൂഹത്തിന് മാതൃകയായ, കുടുംബത്തിന് മാതൃകയായ, വിദ്യാസമ്പന്നനായ നല്ലൊരു കുഞ്ഞ്, പണക്കാരനായ കുഞ്ഞ് വേണം, നല്ല പ്രവർത്തിക്കുന്നു, നല്ലൊരു കുഞ്ഞ് വേണമെന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിനനുസരിച്ച് ആണ് ആ കുഞ്ഞ് അവൾക്ക് ജനിക്കേണ്ടത്. അത് ഷഷ്ടസർഗം പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കടന്നു പോവാം. ഇപ്പോ ഒരു സ്ത്രീ പ്രസവ ഗർഭിണിയായിരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ വരെ ആ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പ്രസവ മുറിയിൽ വെക്കരുതെന്ന് പറയും. നല്ല കാര്യങ്ങൾ അവളെ കേൾപ്പിക്കുക. ഇനി ഒരു കുഞ്ഞ് പണ്ടൊക്കെ വീടുകളിലായിരുന്നു പ്രസവം. അല്ല, ഞാനൊക്കെ ജനിച്ചത് വീട്ടിലാണ്. നമ്മൾ പലരും വീടുകളിലാണ്, ഹോസ്പിറ്റലുകളൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് പ്രസവ സമയത്ത് ഈ പ്രസവം എടുക്കാൻ വരുന്ന സൂതിക വല്ലാതെ മോശം വാക്കുകൾ പറയും അല്ലെ? കരയുമ്പോഴൊക്കെ വല്ലാതെ, കാരണം ഒരു പെയിൻ കില്ലറോ വേദനമാനോ ഇഞ്ചക്ഷനോ ഒന്നുമില്ല. ആ സമയത്താണ് വേദന സഹിക്കാതെ 100,000 ശൂലങ്ങൾ ഒരുമിച്ച് തളച്ചു കയറുന്നത് പോലെയുള്ള വേദനയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരു മാതാവ് അനുഭവിക്കുന്നത്. ഇന്നിപ്പോ ഒരു വേദനയും വേണ്ട, അവിടെ കീറിക്കോ എന്ന് പറഞ്ഞ കിടക്കലല്ല അല്ല, നൊന്തുപെറ്റ അമ്മമാരാണ്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അവൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇത് കരുണയോടെ അവരും ഇത് അറിഞ്ഞു. ആ വേദന ആ സ്ത്രീയേക്കാൾ അധികം ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞ വിശേഷം എന്നാ പറയുന്നത്. വേദനപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കരുത്. അതിനുശേഷം ഒരു കുഞ്ഞ് ജനിച്ച് വന്നാൽ 15 ദിവസം കഴിഞ്ഞ് വേണം കുഞ്ഞിനെ പുറത്തിറക്കാൻ. സൂര്യപ്രകാശം തട്ടുന്ന തരത്തിലുള്ള മുറിയിലാണ് കിടത്തേണ്ടത്. പക്ഷെ നേരിട്ട് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം അടിക്കരുത്. കാറ്റും വെളിച്ചമൊക്കെ കയറണം. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ വെളിയിലിറക്കാൻ പാടുള്ളൂ. നമ്മൾ എഴുതി വെച്ച് പഠിക്കണം ഗുരുവിന്റെ വാക്കുകൾ. ഇതില് നമുക്ക് തള്ളിക്കളയാൻ പറ്റിയതൊന്നുമില്ല. അതെല്ലാ കാലത്തിനും യോജ്യമായ ധർമ്മമാണ് സ്മൃതി. അപ്പോ എന്നിട്ട് പറയാണ്, നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാൽ കുഞ്ഞിന് പേരുകൾ ചടങ്ങ് നടത്തുക? എത്ര ദിവസം കഴിഞ്ഞ ഈ നാട്ടില്? 28 56 അല്ലേ? നമ്മൾ ആ 28 ഇങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് പോകില്ല, 56 അങ്ങോട്ട് ഇങ്ങോട്ട് പോകില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വട്ടം വരച്ചാൽ അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് ഇല്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങള് 10 ദിവസത്തേക്ക് ലീവിനായിരിക്കും വരുന്നത്. ഒന്ന് പ്രസവിച്ച് ഇത്രയും ഡേറ്റ് എഴുതി കടന്നു പോകാൻ പിള്ളേര് 56 ദിവസം ഇരിക്കാൻ പറ്റുമോ? ഒരു പറയാണ് 15 ദിവസത്തിനുള്ളിൽ 15 ദിവസം കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നല്ല നക്ഷത്രവും മുഹൂർത്തവും നോക്കി കുഞ്ഞിന് പേരിടൽ ചടങ്ങ് നടത്താം. അപ്പൊ ഏതാ? 15 ദിവസത്തിനും 3 മാസത്തിനും ഇടയിൽ നല്ല തിരിയും നക്ഷത്രവും വേഗം എടുക്കുക. 28 തന്നെ വേണമെന്നില്ല, 56 തന്നെ വേണമെന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദിവസങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് പ്രാക്ടിക്കൽ ആക്കണം കേട്ടോ. ഇത് പ്രാക്ടിക്കൽ ആക്കണം. അതിനൊരാൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ പൂച്ച വന്നു. ഒരിക്കൽ നമ്മള് കഥ കേട്ടിട്ടുള്ളതാണ്. പൂച്ച വന്നപ്പോ ആദ്യം പൂച്ച വന്നു, പൂച്ചയെ ഓടിച്ചിട്ട് പോകുന്നില്ല, പിന്നെയും വരിക. പൂജ നടക്കുന്നേ ഇല്ല. അപ്പൊ പൂച്ചയെ അവിടെ കെട്ടിയിട്ടു. പിറ്റേ ദിവസം പൂച്ച ശരീരം ഉണ്ടാക്കി അതിനെ കെട്ടിയിട്ടു.
മൂന്നാം ദിവസം പൂച്ച ഒരു ചെടി ഉണ്ടാക്കി അയാൾ കെട്ടിയിട്ടു. പിന്നെ 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 അതൊരു ആചാരമായി മാറുകയാണ്. പിന്നെ പൂച്ചയെ പറയണേ, ആ പൂച്ച ചത്തുപോയി, എവിടെ കണ്ടോ പൂച്ചേനെ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിടുക. എന്താ അർത്ഥമുള്ള കാര്യമാണോ? ഒരർത്ഥമില്ലാത്ത, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നുള്ളവർക്ക് ആചാരമാകുമെന്ന് പറഞ്ഞ പോലെ ഗുരു പക്ഷെ എല്ലാം യുക്തിചിന്ത ചെയ്ത് നമ്മുടെ വാക്കുകളെ പഠിക്കണം എന്ന് പറഞ്ഞ ഋഷി ഗുരുവിന്റെ ദർശനവും ഗുരുവിന്റെ കൃതികളും നിങ്ങൾക്ക് നല്ല രീതിയിൽ യുക്തിക്ക് വിധേയമാക്കിയിട്ട് വിശ്വസിച്ചാൽ മതി, പഠിച്ചാൽ മതി എന്ന് ഏത് ഋഷി പറയാ. ഇന്നോളം പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഋഷീശ്വരനെ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നു. ഗുരുവിനെ എള്ളോളം അറിഞ്ഞവരെ വരെ അല്ലെ, ആ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ വിശ്വദീപ പ്രകാശത്തെ ഇത്തിരി അറിഞ്ഞവർ പോലും എന്താ പറയാ ആ പാദങ്ങളിലാണ്. പിന്നെ ഇതിനോട് പോയില്ല. അത്രയും പരമ ഗുരുവാണ്. തന്റെ മാതൃകയാണ് എല്ലാത്തിനും. ഒന്നും പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടേ. അതുകൊണ്ടാണ് അപ്പോ പറഞ്ഞു വന്നത് 3 മാസത്തിനുള്ളിൽ നാമകരണം നടത്തണം. 56 ദിവസത്തിനുള്ളിൽ അല്ലെ, 3 മാസത്തിനുള്ളിൽ. ഇനി പേരെങ്ങനെയായിരിക്കണം ഗുരു പറഞ്ഞേക്കുന്നത്? നല്ല ധാരണയുണ്ടോ? ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ കുട്ടിക്ക് പേരിടണം. എങ്ങനെയായിരിക്കണം? സുവചം, സുശ്രവം, അല്പാക്ഷരം, അർത്ഥവം. ഇത് you should keep this. ഇത് എന്തായാലും you must do. കാരണം നമുക്കൊരു കൊച്ചിന്റെ പേര് പറയുമ്പോൾ ആദ്യം ഒന്ന് ചോദിക്കുക, എന്താ പേര്? ഒന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. രണ്ടാമത് എന്തെന്നാ, മൂന്നാമത് ചിലപ്പോൾ അവിടെ മുഖം മാറിയെന്ന് കരുതി എല്ലാം മനസ്സിലായെന്ന് പറയും. പക്ഷെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയും പാവം കുഞ്ഞുങ്ങളൊന്നും അറിയില്ലല്ലോ ഈ പേര്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നൽകുമ്പോൾ 25 അക്ഷരമുള്ള കോളങ്ങൾ ഫില്ല് ചെയ്താലും എൻ്റെ പേര് ബാക്കി അക്ഷരം ഞാൻ എഴുതുന്നു. അപ്പൊ ഗുരു പറയാണ് സുവചം, പറയാൻ എളുപ്പമുള്ളതായിരിക്കണം. സുശ്രവം, കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കണം. അല്പാക്ഷരം, 3 അക്ഷരത്തിൽ കൂടാൻ പാടില്ല. അല്പാക്ഷരം 3-4. അർത്ഥവം, അർത്ഥം ഉണ്ടാവണം. പണ്ടൊക്കെ നമ്മള് ഫാഷൻ പേരുകൾ ഇട്ടിട്ട് ഒരു അർത്ഥവും ഇല്ലാത്ത പേരുകളിട്ട് ഈ പോത്തിന്റെ പര്യായമാക്കി ഋഷഭ്, അങ്ങനെ കുറെ ഉണ്ട്. കളഭ്, ആന, പോത്ത്, പശു, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ, കാരണം സംസ്കൃത പേര് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നമ്മൾ ഇടുക. അസുര്, ആസുര്, ഇതൊക്കെ അസുരഭാവങ്ങളാണ് കുഞ്ഞിട്ടേക്കുന്നത്. ദുര്യോധനൻ നല്ല പേരിടാറുണ്ടോ? ഇല്ലല്ലോ. ദുഷ്ടകഥാപാത്രമാണെന്ന് ഇടാറില്ല. അപ്പോൾ ദൈവത്തിന്റെ പേരുകളാണ് കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും ഇടാൻ നല്ലത്. വിളിച്ച് 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 അവനിലേക്ക് ദൈവത്വം വരും അല്ലേ? പണ്ടൊക്കെ എന്തെല്ലാം പേരുകളാ, പാർവതി, ഗൗരി, കല്യാണി, അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ പിന്നെ പിന്നെ വിളിക്കാൻ തോന്നും. എന്റെ ക്ലാസ്സിൽ പാർവതി ഉണ്ട്, ടീച്ചർ എപ്പോഴും പാർവതിയെ വിളിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിളിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ദേവിയുടെ രൂപം വരണം അല്ലേ? ഗൗരി എന്നൊക്കെ വിളിക്കുമ്പോൾ സുഖമാണ്. അപ്പൊ സുവചം പറഞ്ഞ് പറയാൻ എളുപ്പമുള്ളത്, കേൾക്കാൻ എളുപ്പമുള്ളത്, അല്പാക്ഷരം, അർത്ഥമുണ്ടാകണം. അത് ഗൂഗിൾ തരുന്ന അർത്ഥമല്ല, ഗൂഗിൾ അപ്പൂപ്പ തരുന്ന അർത്ഥമല്ല. അവര് സംസ്കൃത പേരുകൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അത് വികലമാക്കിക്കൊണ്ടാണ് അവർ തരുന്നത്. നല്ല സംസ്കൃത അമരകോശം നോക്കിയോ ഒക്കെ വേണം, സംസ്കൃത ഡിക്ഷണറി നോക്കി വേണം, അതിന്റെ അർത്ഥം കണ്ടെത്തിയിട്ട് വേണം. എട്ടമ്മാനിക്ക്, ബ്രാണിക്ക്, എൻസൈക്ലോപീഡിയയിലൊക്കെ ഒത്തിരി ഒത്തിരി നല്ല പേരുകൾ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇതിനകത്തൊക്കെ നല്ല 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 നാമങ്ങളുണ്ട് അല്ലേ? അങ്ങനെ അർത്ഥമുള്ള പേരാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അടുത്ത പറയാണ്, ഇനി കുഞ്ഞിന് വിദ്യാരംഭം പറഞ്ഞു. ഇനി കുഞ്ഞിനെ ആരെ കൊണ്ടാണ് അക്ഷരം എഴുതിക്കേണ്ടത്? നമ്മൾ സാധാരണ കൽപ്പിച്ചിരിക്കുന്നത് അക്ഷരം എഴുതുന്നത് അമ്പലത്തിന് ശാന്തി, നമ്മൾ കൽപ്പിച്ചു വെച്ചേക്കുക. നമ്മൾ എപ്പോഴെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിന് എന്താ മാറ്റം വരാതെ? നമുക്ക് അമ്പലത്തിലെ ശാന്തിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. അദ്ദേഹം നല്ല നടത്തയുള്ള ആളാണെന്ന് നോക്കാറില്ല, അറിവുള്ളവനാണെന്ന് നോക്കാറില്ല, സംസ്കാരമുണ്ടോ, സ്നേഹമുണ്ടോ, കരുണയുണ്ടോ നോക്കാറില്ല. അമ്പലത്തിലെ ഒരു ശാന്തി ആയതുകൊണ്ട് മാത്രം കുഞ്ഞിന്
പേരെഴുതാനുള്ള യോഗ്യതയില്ല. ഗുരു പറയുകയാണ്, വിദുഷ ഭക്തിയുക്തേന വൃത്താചാരവദാ സദാ വിദുഷ ഭക്തിയുക്തേന കരുണാമൃദുചേതസ വൃത്താചാരവദാ കാര്യം അക്ഷരാരംഭണം ശിശോഭൂ. നമ്മളിത് ശ്രീനാഥ ധർമ്മം ഗുരു തന്നത് ഒരു എടുത്തിരിക്കും, നമ്മുടെ ജീവിതം വേറെ വഴിക്ക് പോകും. ഗുരു പറഞ്ഞിരിക്കുന്നത്, എന്റെ കുഞ്ഞിനെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ആള് വിദ്വാനായിരിക്കണം, ആത്മജ്ഞാനികളെ കൊണ്ട് ചെയ്യണം. 5 വയസ്സിന് മുൻപ് കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആത്മജ്ഞാനികൾ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലണം. പക്ഷെ എത്രയാണെന്നില്ല, ഒരു തട്ടത്തിൽ അരികെ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചാല് ആ സ്വർണം കൊണ്ട് ഒരു സ്വർണം എടുത്തിട്ട് ആ ഗുരു കുട്ടിയുടെ നാവിൽ ഓം എന്നെഴുതണം. ഓർത്ത് എഴുതി വെച്ചോളൂ, ഓം. ഹരിശ്രീ ഗണപതി അല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓം. എന്താ ഓമിന്റെ പ്രത്യേകത? പരബ്രഹ്മ പ്രതീകമായ വാചകമാണ് ഓം. നമ്മുടെ ജീവിതത്തിന്റെ ജാഗ്രത അവസ്ഥയെയും 3 അവസ്ഥകളുണ്ടല്ലേ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതിനപ്പുറമുള്ള ഈശ്വരാനുഭവത്തെയും ചേർത്തുകൊണ്ട് ഒറ്റ മന്ത്രാക്ഷരത്തിൽ, ഒറ്റ സൂത്രവാക്യത്തിൽ ഋഷിമാർ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരമാണ് ഓം. ഒരു നമുക്ക് ഏറ്റവും അവസാനം പ്രതിഷ്ഠ ചെയ്തതും ബ്രഹ്മപ്രതീകമായ ഓംകാരാണ്. അപ്പൊ തീർച്ചയായും നാവിൽ സ്വർണം കൊണ്ട് ഓം എന്ന് ഗുരു എഴുതിയിരിക്കണം. സ്വർണം പോലെ ബലവത്തരമാകട്ടെ അവർ നേടുന്ന അക്ഷരങ്ങൾ. ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിദ്വാനായിരിക്കണം, ഭക്തിയുക്തേന, നിരീശ്വരവാദിയാകരുത്. കാരണം ഭക്തിയുള്ളവനായിരിക്കണം. വിദുഷ ഭക്തിയുക്തേന വൃത്താചാരവത, അതായത് നല്ല നടത്തിയുള്ളവനായിരിക്കണം. മാനുഷിക സാൻമാർഗിക മൂല്യങ്ങളോടെ ലോകത്ത് ജീവിക്കുന്നവനായിരിക്കണം. കരുണാമൃദുചേതസനായിരിക്കണം, കരുണയും മൃദുത്വം ഉള്ളവനായിരിക്കണം. അങ്ങനെയുള്ള കയ്യില് നമ്മുടെ കൊച്ചിനെ കൊണ്ട് കൊടുക്കാവും കേട്ടോ. അങ്ങനെ ഇരുത്തി കൊടുത്തിട്ട്, അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി ഗുരുവചനങ്ങളെ അനുസരിക്കാനുള്ള ധൈര്യം കാണിക്കണം. വിളക്ക് കത്തിച്ച് വെച്ച് അരി കൊടുത്ത് ഒരു സ്വർണത്തിന്റെ ഒരംശം കൊടുത്ത് നാവിലേക്ക് ഓം എന്ന് എഴുതിപ്പിക്കുക, അനുഗ്രഹം വാങ്ങിപ്പിക്കുക. എത്ര ശ്രേഷ്ഠമായിരിക്കും അത്. ഇനി അത് ചോറുള്ളിൽ കഴിഞ്ഞു, പ്രസവിച്ചു, പേരിട്ടു, ചോറുണ്ടു. ഇനി കുഞ്ഞിനെ ഇനി എന്താ ചോറ് കൊടുക്കണ്ടേ? നമ്മൾ എപ്പോഴായിരിക്കും ചോറ് കൊടുക്കുക കുട്ടിക്ക്? 6 മാസം അല്ലെ? എന്തിനാ ഈ 6 മാസം പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞിന്റെ ദഹനേന്ദ്രിയം ബലപ്പെടുന്ന സമയമാണ് 6 മാസം. ഇനി അവിടെ ഗുരു പറയുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാണ്, ആ കുഞ്ഞിന് പല്ല് മുളയ്ക്കാത്തതും മുല കുടിക്കുന്നതുമായ കുഞ്ഞിന് ചോറ് കൊടുക്കരുത്. മുല കുടിക്കുന്ന മീൻസ് 6 മാസം അല്ല, കുഞ്ഞിന് നമ്മൾ 2-3 വയസ്സ് വരെയൊക്കെ കുഞ്ഞിന് പാല് കൊടുക്കും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പല്ല് മുളയ്ക്കുന്നതാണ് ചോറ് കൊടുക്കാൻ പാകമായി എന്ന് അറിയുന്ന സമയം. കട്ടിയുള്ള ആഹാരം കുഞ്ഞിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ പല്ല് മുളയ്ക്കുക എന്ന ലക്ഷണം കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ആശയം, അതിന്റെ ദഹന വ്യവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ളൂ. വെറുതെ ചോറും അതും ഒക്കെ എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കരുത്. പല്ല് മുളയ്ക്കാത്ത കുഞ്ഞിനെ ചോറും അന്നപ്രാശം ചടങ്ങ് നടത്തരുത്. പല്ല് മുളച്ചതിന് ശേഷം വേണം കുഞ്ഞിന് ചോറ് കൊടുക്കാനെന്ന് പറയുന്നു. അടുത്ത അധ്യായമാണ് ആശ്രമധർമ്മം. നമുക്ക് 4 ആശ്രമങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം. ഇതിൽ വാനപ്രസ്ഥാശ്രമം ഒരു മാറ്റിയിട്ട് 3 ആശ്രമങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഗൃഹസ്ഥാശ്രമം തന്നെയാണ്. പക്ഷെ അതിലും ശ്രേഷ്ഠമാണ് നമുക്ക് 5ാമത്തെ, സമയം കുറഞ്ഞു വരുന്നവർ ജനിച്ച് സ്പീഡിൽ പോവാണ്. 5ാമത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യാശ്രമം. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ആശ്രമമാണ്. ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്റെ മുമ്പിൽ ഇരിക്കുന്ന 2 കുഞ്ഞു മക്കളും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ടീച്ചർ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കാനായിട്ട് വിദ്യാലയത്തിലേക്ക് ചെല്ലുമ്പോൾ
എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഗുരു നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നതെന്നാണ് ടീച്ചർ പറയാൻ പോലെ. തിരിച്ചിങ്ങോട്ട് ടീച്ചറിന് എന്തെങ്കിലും കിട്ടണം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. എളുപ്പമുള്ളതേ ചോദിക്കുള്ളൂ, ശ്രദ്ധിച്ചാലേ കേൾക്കാൻ പറ്റുമോ. അപ്പോ ആശ്രമം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി തൻ്റെ ആഗ്രഹങ്ങളെ, ഇന്ദ്രിയ സഹജമായ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ബ്രഹ്മചര്യാശ്രമം. അപ്പോ അവിടെ പറയുകയാണ്, കുഞ്ഞിന് 5 വയസ്സ് വരെ അമ്മ ദേവനെ പോലെ വളർത്തണം എന്ന് പറയും. അവിടെ മുതൽ ശ്രദ്ധിച്ചോളണം. 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഏതെങ്കിലും അച്ഛനും അമ്മയും ഈ തത്വം ഗുരുവിൽ നിന്ന് നേടിയിട്ട് അത് സ്വന്തം ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞി ലോകത്തെ നയിക്കുന്ന കുഞ്ഞായിരിക്കും. 5 വയസ്സ് വരെ ദേവനായി വളർത്തണം എന്ന് വെച്ചാൽ വാസന പ്രബലപ്പെടാത്ത സമയത്ത് ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് നല്ല ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. വെളുത്ത ഒഴിഞ്ഞ ക്യാൻവാസിലേക്ക് വരച്ചു കൊടുക്കുന്ന നല്ല ചിത്രങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് നയിക്കുക, അവനെ നല്ല ജീവിതത്തിലേക്ക്. നല്ല മാതൃകകള്, കാതുകുത്തി കാലിന് കീറി ഒക്കെ നടക്കുന്ന മാതൃകകളല്ല. ഏതോ സിനിമയിൽ കണ്ട ഏതോ വില്ലൻ കഥാപാത്രം മനസ്സിൽ കടന്നു കൂടിയിട്ട് അതിനെ അനുകരിക്കുന്നതിന്റെ ബാക്കി ലക്ഷണമാണ് ഈ കമ്പലിൽ കീറിയ പാട്ടൊക്കെ. അതാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകയാക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ല. ഈ ലോകത്തിന്റെ വിലക്കായ സ്വയം ശാന്തി അനുഭവിക്കുന്ന, മറ്റുള്ളവർക്ക് ശാന്തി പകർന്നു കൊടുക്കുന്ന ഉത്തമ മാതൃകളായ ഗുരുക്കന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം, ചിത്രങ്ങൾ കാട്ടി കൊടുക്കണം, നല്ല വസ്ത്രങ്ങൾ കൊടുപ്പിച്ച് ഓമനിച്ച് ലാടിച്ച് വളർത്തണം, തൊഴാൻ പഠിപ്പിക്കണം, ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, നാമം ചൊല്ലാൻ പഠിപ്പിക്കണം. അമ്മയും കുഞ്ഞിനെ മടിയിലിരുത്തി പ്രാർത്ഥിക്കുക, കുഞ്ഞിരുന്ന് കളിച്ചോട്ടെ, പക്ഷെ അമ്മ നിരന്തരം പ്രാർത്ഥന ചൊല്ലുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞ് പിന്നെ അവനെ കൂടെ ഏത് ചെകുത്താന്റെ മണയിലേക്ക് ഇട്ടുകൊടുത്താലും അവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് മോശം വർത്തമാനങ്ങൾ പറയുകയോ അവൻ കാണാൻ പാടില്ലാത്തത് കാണുകയോ ചെയ്യാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിച്ച് ദേവനെ പോലെ വളർത്തേണ്ട പ്രായമാണ് 5 വയസ്സ്. ഇത് നമുക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ച വഴി വരാത്തത്. എനിക്ക് പല അമ്മമാരെ അറിയാം, ഏത് സത്സംഗത്തിന് വരുമ്പോഴും കുഞ്ഞുണ്ടാവും. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നെടുപിരികളുണ്ടാവും, ഓടമുണ്ടാവും, കളിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ക്ഷമയോടെ ആ അമ്മ അതെല്ലാം സഹിച്ച് കേട്ടുകൊണ്ടിരിക്കും, അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ അത്? ഇനി അവനിലെ ഇവിടെ നിന്ന് ഈ അന്തരീക്ഷത്തിലൂടെ കിട്ടുന്ന ആ വിത്ത് അവനിലേക്ക് മുളയ്ക്ക് മണം വലുതായി വരും. എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി സത്സംഗത്തിലേക്ക് മറ്റൊരു പ്രേരണയില്ലാതെ അവൻ വരും. പണ്ട് എൻ്റെ അമ്മയെ കഴിഞ്ഞ ദിവസം സാറ് പറയാ, പണ്ട് ഞാൻ എപ്പോഴും ഓർമ്മ ടീച്ചറെ ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നേന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ മുത്തശ്ശി എപ്പോഴും ഗുരുവിൻ്റെ ചതയപ്രാർത്ഥനയ്ക്ക് പോകും, പ്രസംഗം കേൾക്കാൻ കൊണ്ടുപോകും, അമ്പലത്തിൽ കൊണ്ടുപോകും. നല്ല പ്രഭാഷകനായി എങ്ങനെയാ ആരെ കൈ പിടിച്ചു കൊടുത്തേ? അത് ആ കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ടെന്നേ. നിങ്ങൾ പണിയെടുത്ത് ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട, ലോൺ എടുത്ത് പഠിച്ചോട്ടെ, അവർ നേടിക്കോട്ടെ, എല്ലാം നേടിക്കോളും. അവർ അമ്മയെ നോക്കും, അച്ഛനെ നോക്കും. അവരെവിടെയോ ഒരു കോൾ എന്നും വരും, ഒരു കൈപ്പിടി അച്ഛനും അമ്മയും ഉണ്ടാവും അവരുടെ കയ്യിൽ. ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തിയാൽ, അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങള്, നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഒരമ്മ 5 വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഗുരു പറയാ, ദേവനെ പോലെ വളർത്തണം. പറഞ്ഞു തരിക ഗുരു. അതിനുശേഷം പറയാ, ഗുരുകുലത്തിൽ എത്തുന്ന കുട്ടിയെ ഒരു ഗുരു ആദ്യമായി ശുചിത്വം പഠിപ്പിക്കണം. ബാഹ്യ ശുചിത്വവും, അതായത് 3-ാമത്തെ അധ്യായത്തിൽ പഞ്ചധർമ്മം ഉപദേശിച്ചിട്ട് വിദ്യാർത്ഥി ധർമ്മം ഉപദേശിച്ചപ്പോൾ അത് ഗുരു റിപ്പീറ്റ് ചെയ്യുക. അത് ശ്രദ്ധാവാൻ ബ്രഹ്മചാരിത്വ പ്രസ്തുതം ധർമ്മപഞ്ചകം അനുസ്മരിച്ച അനുദിഷ്ടേ പദാർത്ഥ ശുദ്ധി പഞ്ചകം. റിപ്പീറ്റ് അടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധാവാനായ ബ്രഹ്മചാരിക്ക് ധർമ്മപഞ്ചകവും ശുദ്ധി പഞ്ചകവും നന്നായി പറഞ്ഞു കൊടുക്കണം. അറിയാം. എന്നിട്ട് പറയാണ്,
വിദ്യാർത്ഥിയെ 3 കാര്യങ്ങൾ പഠിപ്പിക്കണം. ആചാരമാചരേ നിത്യം ഉപാസീത യഥാവിധി ദ്വേ സന്ധ്യേ വീതതന്ത്രീകം ബ്രഹ്മചാരി യതേന്ദ്രിയഃ. ചിന്താനന്ദ സംസ്കൃതത്തിലായതുകൊണ്ട് ആ ശ്ലോകം ഒന്ന് ചൊല്ലുകയാണ്. 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോണ്ടോ. 3 കാര്യങ്ങൾ ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. 1, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഏതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ? സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, സ്കിന്ന്, ചെവി. കണ്ണിലൂടെ കാഴ്ച കാണും, നാവിലൂടെ രുചിയെടുക്കും, മൂക്കിലൂടെ മണക്കും, കൂട്ടുകാരെ സ്പർശിച്ചറിയും, മനസ്സിലൂടെ ചിന്തിച്ചറിയും. 5 സെൻസ് ഓർഗനും പ്ലസ് മൈൻഡ് 6 ഇതിലൂടെയല്ലേ നമ്മൾ ബാഹ്യമായ ഒബ്ജക്ട്സ് എടുക്കുന്നത്, അല്ലേ? അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തിരുന്നിരുന്ന ഒരാൾ നല്ല വർത്താനം പറയാം. അപ്പൊ ചെവി അങ്ങോട്ട് പോകാമോ? പിടിച്ചു വലിക്കുക. അടുത്ത തോണ്ടാൻ വരിക. അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇത് നമ്മൾ അനുഭവിക്കുന്നതല്ലേ എന്നും ക്ലാസ്സിൽ കണ്ടോ, അനുഭവിക്കുന്നതാണ്. അപ്പൊ ബ്രഹ്മചാരി കുട്ടികൾ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ചെയ്യാൻ പോകുമ്പോൾ ഈ തോണ്ടലിനെ നെഗ്ലക്ട് ചെയ്യണം. ഈ വർത്താനത്തെ എനിക്ക് കഥ കേൾക്കേണ്ട എന്തെങ്കിലും പറഞ്ഞോ, അല്ലേ? ഇങ്ങനെ നല്ല ഇത് രുചിയുണ്ടോ നാവിലിട്ട് നോക്കിക്കേ, നോ എനിക്ക് വേണ്ട, അല്ലേ? അപ്പോ കണ്ട് കേട്ടും മണത്തും രുചിച്ചും അറിയണ വസ്തുക്കളുടെ പുറകെ ഓടി പോകരുത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ടീച്ചർ ഫിസിക്സ് പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ സോഷ്യൽസ് പഠിപ്പിക്കുമ്പോ ഞാനിന്ന് വീട്ടിൽ പോയാൽ എന്താ കഴിക്കണമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? സോഷ്യൽസ് കേൾക്കണ്ടേ? കേട്ടാലല്ലേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. മനസ്സിലായോ? ഒരു കാര്യം എന്താ? ഷുഡ് കൺട്രോൾ അവർ സെൻസ് ഓർഗൻസ്. മനസ്സിലായല്ലോ? അടുത്തത് പറയുന്നത് മടി ഉപേക്ഷിക്കുക. ലേസിനെസ്, മടി. പഠിക്കാൻ പറ്റുന്ന നാളെയാവട്ടെ, മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ ഒരാഴ്ചയാവട്ടെ എന്ന് പറയല്ലേ. ഏത് കാര്യം പറയുമ്പോഴും ഒരു വിദ്യാർത്ഥി ശുഭസ്യ ശീഘ്രം, മടി ഉണ്ടാകാൻ പാടില്ല. ഇന്നെടുക്കുന്ന പാഠം ഇന്ന് തന്നെ പഠിച്ച് തീർക്കണം. ഇപ്പൊ 2 ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, മടി ഉപേക്ഷിക്കണം. അടുത്ത കേട്ടോളണം. 2 സന്ധ്യകളിലും ഈശ്വര പ്രാർത്ഥന ചെയ്യണം. ഇതിനെന്തറിയോ? ദുഷ്ടശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി പിടികൂടാതിരിക്കാൻ, ആരെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്യാൻ നിർബന്ധിക്കുമ്പോ അതിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈശ്വര പ്രാർത്ഥന. സന്ധ്യക്ക് രാവിലെയും വൈകുന്നേരവും ദ്വേ സന്ധ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു സന്ധ്യ അറിയുള്ളൂ. ത്രിസന്ധ്യ. 4 സന്ധ്യയുണ്ട്. പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ. സന്ധിക്കുന്ന ഇടാണ്, ദിശ മാറുന്ന ഇടാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി 12 മണിക്ക് രാത്രി സന്ധ്യ. ഇത് 2 സന്ധ്യകളിൽ നാമം ചൊല്ലണം. നാമം ചൊല്ലാറുണ്ടോ മക്കള്? ഏത് പ്രാർത്ഥനയെ ചെല്ലാറ്? ദൈവദർശനം പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മുടെ ദൈവദർശനം ചൊല്ലിയ കുട്ടി? ആരെയെന്ന് ചൊല്ലിയാണോ? പിടിക്കുണ്ടോ? നല്ല പദംപിരിച്ച് അർത്ഥം മാറാതെ കൃത്യമായി ചൊല്ലിയിരുന്നു കേട്ടോ. ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവദർശനം എന്ത് ചൊല്ലുക കേട്ടോ. അപ്പോ 2 സന്ധ്യകളിലും പ്രാർത്ഥന ചൊല്ലുക. അപ്പൊ വിദ്യാർത്ഥി 3 കാര്യങ്ങൾ നീ ചെയ്യേണ്ടതുണ്ട് എന്ന് ഗുരു ഉപദേശിക്കുക. 3 കാര്യം മനസ്സിലായി. എന്നിട്ട് ഗുരു പറയാണ്, ആവർജകാർത്തേഷു ചലച്ഛേദോ നിവാരയേ വിനാദം നിഗ്രഹം കഷ്ട പുരുഷോ നാധികച്ചതി. നമ്മൾ പക്ഷേ കണ്ണ് എത്ര കാണണ്ടെന്ന് പറഞ്ഞാലും അങ്ങോട്ട് നോക്കിപ്പോകും. സത്യമല്ലേ? ചെവി എത്ര കേൾക്കണ്ടെന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോകും. തൊട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാലും കാണുന്ന കൈ അങ്ങോട്ട് പോകും. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടാം. ഒരു സംശയമില്ല, പാടാം അല്ലേ? ബുദ്ധിമുട്ടല്ലേ? അമ്മ ഒരു മണമുള്ള നല്ല പലഹാരം ഉണ്ടാക്കുക, പഠിക്കുന്ന ടൈമാണ്. ഇത് കഴിഞ്ഞ് അമ്മ തരും. പക്ഷെ നമ്മൾ ഓടി അടുക്കള ചെയ്തു. ഇത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ നാവിന്റെ രസത്തെ അടക്കാൻ പറ്റും. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗുരു പറയുകയാണ്, ബലത്തിൽ നമ്മളെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇതില്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിയുടെ ബ്രഹ്മചര്യ വ്രതം നഷ്ടപ്പെടും.
അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മുതൽ വിദ്യാഭ്യാസം തീരുന്ന കാലഘട്ടം വരെ കുഞ്ഞിന് ബ്രഹ്മചര്യമുണ്ട്. അതുകൊണ്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീ പാലൂട്ടുന്ന സമയം വരെ, പാലൂട്ട് തീരുന്നത് വരെ ബ്രഹ്മചര്യം അമ്മയ്ക്ക് വേണം. കുഞ്ഞിന്റെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അമ്മയാണ്. പാല് കുടിക്കുന്ന സമയത്തും ഗർഭത്തിൽ സഞ്ചാരമാകുന്ന അവസ്ഥ മുതലേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുലശ്രേഷ്ഠന്മാരായ മക്കളായിരിക്കും നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാകുക. ഒരു കഞ്ചാവിനും മദ്യത്തിന് അടിമയാവില്ല. ഈ നാടിനെ നയിക്കുന്ന മക്കളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇത്രയും ശ്രേഷ്ഠമായ ധർമ്മം നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേ, ചലിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ മക്കളുടെ വളർച്ചയില് അവരുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന കാലമാണ് അഡോളസൻസ് ഏജ്. ഹോർമോൺസ് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകുന്ന സമയമാണ്. ഡോപാമിനും ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രജൻ മുതലായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഡോപാമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും കുഞ്ഞുങ്ങളിൽ. അപ്പോൾ അവർക്ക് മാനസികമായും ശാരീരികമായും മാറ്റങ്ങൾ വരും. ഈ മാറ്റം അവരുടെ സ്വഭാവത്തെ നല്ലാതെ സ്വാധീനിക്കും. അതിനെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട്. അതിനെ അടക്കാൻ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പറയാറില്ല, ഇവനിപ്പോ പണ്ട് പോലെയല്ല. പണ്ട് എല്ലാത്തിനും ഇവന് എന്നെ വേണമെന്ന്, ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ എന്താ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ നേരമില്ല അല്ലെ? ഭംഗി എത്ര നോക്കിയിട്ടും കണ്ണാടി മുമ്പിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുക, ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. താനൊരു വ്യക്തിയായി വളർന്നു എന്നുള്ള ബോധം അവനിലേക്ക് വരുന്ന സമയത്ത് അവന്റെ ചിന്തകൾ തെറ്റായ വഴിയിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം ആൻസൈറ്റിയാണ്. ലഹരി വസ്തുക്കളാണെങ്കിലും സെക്സ് ആണെങ്കിലും ഏതാണെങ്കിലും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുള്ള സമയമാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റി പോകാനുള്ള സമയം. ആ സമയത്ത് ഗുരു ഉദ്ദേശിച്ച് കൊടുത്തിരിക്കുന്ന സംസാര രോഗ വിഷജേ നമ്മളെന്ന് പറയാറുണ്ട്. ഈ സംസാര രോഗത്തിനുള്ള ഔഷധം എന്താണെന്നറിയോ? നാമജപം. അതുകൊണ്ടാണ് ഗുരു പറയണം നാമം ജപിക്കണം എന്ന് പറയുന്നത്. തെറ്റായ വഴി ഈരോചനമാതിന്ദ്രിയം ഏതെങ്കിലും നിങ്ങൾ ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ അലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകര കോവില് വാഴും പരമേശ്വരനറിയാം. അടുത്തെന്താ? എന്റെ അമ്മയച്ചനാരോ ഇവിടെ വന്നിട്ടുണ്ടോ? കൈകാൽ മുതലാവിനുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മം ഒഴിഞ്ഞങ്ങ വിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം. കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. ഇവിടെ പാടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ നോ എന്ന് പറഞ്ഞതിന് ശക്തി കൂടിയില്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോകും. ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഈശ്വര ശക്തി അവരുണ്ടാവും. അതുകൊണ്ട് പ്രാർത്ഥന ചെയ്യാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അടുത്ത് പറയാണ് അധ്യാപകരെ ബഹുമാനിപ്പിക്കാൻ. പഠനം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച്, അധ്യാപകൻ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴും അടുപ്പിച്ച് കഴിഞ്ഞ് പോകുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ടീച്ചറിനെ അഭിവാദനം ചെയ്യണം, വിഷ് ചെയ്യണം, നമസ്തേ പറയാൻ പഠിക്കുക. നമസ്തേ അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങുകളൊക്കെ ശ്രേഷ്ഠമായ ഒരു ഉപചാരം, ഒരു അഭിനന്ദനമാണ് നമസ്തേ ടീച്ചർ. ടീച്ചർ അത് കിട്ടുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ് ചൊല്ലി. എന്താ നമസ്തേ എന്ന് പറഞ്ഞ അർത്ഥം? ഐ സല്യൂട്ട് ദി ഡിവിനിറ്റി ഇൻ യു. നിന്നിലെ ദൈവികതയെ ഞാൻ തൊഴുന്നു എന്നർത്ഥം. നീ എന്ന ശരീരത്തിൽ തൊഴുന്നു എന്നല്ല. നമ്മളെല്ലാവരും ദൈവമാണെന്ന് ഗുരു പറഞ്ഞു. ശരീരമല്ല, അറിവാണ്. ആ അറിവിനെ തൊഴുമ്പോഴോ
ഞാൻ നിന്നിലെ ഈശ്വരീയ ഭാവത്തെ തൊഴുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ മക്കളാ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ആരെയാ പഠിപ്പിച്ചേ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഗ്രേറ്റ് ആണ് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ തന്നെയാണ്, നമ്മുടെ ടീച്ചറാണ് അല്ലേ? അപ്പൊ നമസ്തേ പറയുന്ന കുഞ്ഞുങ്ങളായി മാറണം കേട്ടോ. എന്റെ അർത്ഥം എന്താ? ഞാൻ നിന്നിലെ ഈശ്വരനെ തൊഴുന്നു. അമ്മയെ തൊഴുന്ന അർത്ഥം എന്താ? മാതൃദേവോ ഭവ. അച്ഛനെ തൊഴുന്ന അർത്ഥം എന്താ? പിതൃദേവോ ഭവ. ഗുരുവിനെ തൊഴുന്ന അർത്ഥം എന്താ? ആചാര്യദേവോ ഭവ. ഇങ്ങനെയൊക്കെയുള്ള നന്മയുള്ള നല്ല മക്കളായിട്ട് മാറണം. എഴുന്നേറ്റ് നിൽക്കണം. ടീച്ചർ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറയാനുള്ളത്, ഒരു ഇതുപോലെയൊക്കെ നല്ല അമ്മൂമ്മമാരും അമ്മമാരൊക്കെ വളർത്തിയിരുന്ന മക്കള് ടീച്ചർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ടീച്ചർ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്തേ പറയും. ചില കുട്ടികൾ എഴുന്നേൽക്കുകയില്ല. നമ്മളത് നോക്കുമ്പോൾ എഴുന്നേൽക്കും. ചില കുട്ടികൾ നോക്കിയാലും എഴുന്നേൽക്കില്ല. കാരണം ആ സംസ്കാരം അവർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എഴുന്നേൽക്കാത്ത കുട്ടികളെ അവരെ എഴുന്നേൽപ്പിച്ച് എന്നെ ഞാൻ ചോദിച്ചു മേടിക്കും. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അവരുടെ വിഷു കേൾക്കാൻ ആഗ്രഹമായിട്ടല്ല, മുതിർന്നവരെ അധ്യാപകരെ ബഹുമാനിക്കാനുള്ള നല്ല പാഠങ്ങള് ആ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഏത് അധ്യാപകരായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതിക വിദ്യ പഠിപ്പിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരെ എഴുന്നേറ്റ് നിന്ന് അഭിവാദനം ചെയ്യുമ്പോൾ തൻ്റെ അഹന്ത, ശ്രദ്ധിച്ച മക്കളെ, തൻ്റെ അഹന്ത, തൻ്റെ ഗർവ് ആ ഗുരുവിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പാദം തൊട്ട് തൊഴണം. അധ്യാപകരുടെ പാദം തൊട്ട് തൊഴാൻ ഒന്ന് കുനിയുമ്പോൾ ആ കുനിച്ചില് നമ്മുടെ അഹങ്കാരത്തെ ഗുരുവിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ തൊഴാൻ പഠിപ്പിക്കണം. നീ തൊഴേണ്ട പോലെ എന്ന് പറയരുത്. ബ്ലെസ് ചെയ്യാൻ, അവർക്ക് ബ്ലെസ്സിങ് വാങ്ങണം തൊഴുതിട്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അത് നമ്മളെ ലോകത്തിന്റെ നെറുകയിൽ തല ഉയർത്തി നിർത്താനുള്ള നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്ന ശീലമുള്ളവരായിട്ട് മാറണം കേട്ടോ. ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് നമസ്തേ പറയുക, മനസ്സിൽ തൊട്ടുകൊണ്ട് പറയുക. വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകരെ നമസ്തേ ചെയ്യണം. അല്ലെങ്കിൽ എന്തെല്ലായിട്ട് എന്തിനാ ആചാര്യസ്വാമികളെ പറഞ്ഞ പോലെ ശരീരം സ്വരൂപം തഥാവാകളത്രം യശശ്ചാരുചിത്രം മനശ്ചേതലഗ്നം ക്രൂരം കൃപത്മേ തദക്യം 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 എന്ന് പറയും. അത് സുന്ദരമായ ശരീരം ഉണ്ടായിട്ട് എന്തിനാ? സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് എന്തിനാ? കുന്നോളം ധനം ഉണ്ടായിട്ട് എന്തിനാ? സത്കീർത്തി ഉണ്ടായിട്ട് എന്തിനാ? ഗുരുവിന്റെ മനസ്സ് തന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുകയാണ് ആചാര്യസ്വാമികൾ, ശങ്കരഭഗവത്പാദർ. ഇവിടെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുകയുള്ളൂ. നമുക്ക് എത്രയൊക്കെ ജ്ഞാനമുണ്ടെങ്കിലും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ വിദ്യ പ്രകാശിക്കും. ചിലപ്പോൾ ഒരു 5 വിദ്യ, ഒരു അക്ഷരം എഴുതാൻ അറിയില്ലാത്ത അമ്മമാരാണെങ്കിലുണ്ടല്ലോ, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഭക്തി പുരസരം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജ്ഞാനിയുടെ പ്രാർത്ഥന അല്ല ഈശ്വരൻ കേൾക്കുന്നത്, ആ നിസ്സഹായായ സാധുവിന്റെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. കാരണം ഉള്ളിൽ ഹൃദയത്തിൽ ഭക്തിയുണ്ട്, ജ്ഞാനഗർഭയില്ല. അപ്പോ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ സമർപ്പിക്കുകയാണ് വേണ്ടത്, നമ്മുടെ അഹങ്കാരത്തെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഗുരു അവസാനം ഒന്ന് ഓർത്തു നോക്കണം. ശ്രീനാരായണ ധർമ്മത്തിലെ വിദ്യാർത്ഥി ധർമ്മം അനുസരിച്ച് നമ്മുടെ ശാഖകളിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുത്ത് പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കൾ എത്ര ശ്രേഷ്ഠന്മാരായ മക്കളായി വളരും. ഇതുപോലെ ഏത് ഗുരുക്കന്മാരാണ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഏത് സമൂഹത്തിനാണ് ഇത് കിട്ടാൻ യോഗ്യമായിട്ടുള്ളത്? ഇത് കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാത്തത്? ഓർക്കണം, തൈത്തിരീയോപനിഷത്തിലെ ശിക്ഷാവല്ലിയിലെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒരു ശിഷ്യന് ഗുരു കൊടുക്കുന്ന ഉപദേശം ഗുരു അങ്ങനെ തന്നെ ശ്ലോകമാക്കി വിദ്യാർത്ഥി ധർമ്മത്തിൽ ചേർത്തിരിക്കുകയാണ്. വദേ സത്യം ചരേ ധർമ്മം നിത്യം സ്വാധ്യായമാചരേ കുശലാ സത്യധർമാഭ്യാ ന പ്രമാദേ വിഭൂതയേ. പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക, മകനെ സത്യം വദ, സത്യം പറയണം. വദേ സത്യം, ഉപനിഷത്തിലെ മന്ത്രമാണത്. വദേ സത്യം,
സത്യം വദ ചരേ ധർമ്മം ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദഃ. പാഠനങ്ങളിൽ നിന്നും പുറകോട്ട് പോകരുത്. വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സോമാലിയമ്മ ഇപ്പോഴും പഠിക്കുകയാണ്. ഒരു ഉപദേശം പാഠനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. ജീവിതകാലം മുഴുവൻ നമ്മളെ പഠിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകരുത്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവനവനെ പഠിക്കുകയാണ്. ആ പൂർണ്ണതയിലേക്ക് എത്തണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സയൻസും ഒക്കെ ആയിട്ട് ഈ പ്രപഞ്ചത്തെ പഠിക്കുന്ന നാം ഈ പ്രപഞ്ചത്തിന് ചൈതന്യമായിരിക്കുന്ന ശക്തിയെ പഠിക്കില്ല. നമ്മളിൽ ചൈതന്യമായിരിക്കുന്ന ശക്തിയെ പഠിക്കില്ല. നമ്മളെ പഠിക്കില്ല, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കും. നമ്മളെ പഠിക്കുന്ന ശാസ്ത്രമാണ് നമ്മളെ സ്പിരിച്വാലിറ്റി. ദാറ്റ് ഇസ് നോട്ട് ആൻ ഓൾഡ് മാൻ എക്സസൈസ്. നമ്മൾ പറയാറില്ല അമ്മയൊക്കെ പൊക്കോ മോള് വയസ്സായവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് പ്രഭാഷണ വേദി എന്നാണ്. നമ്മളെ പഠിക്കുന്ന ശാസ്ത്രമാണ് സ്പിരിച്വാലിറ്റി. അത് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ തളരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക. ഏത് പ്രതിസന്ധിയിലും മദ്യത്തിലും മയക്കുമരുന്നിലേക്ക് ഒക്കെ നമ്മുടെ മനസ്സ് പാറിപ്പോകുമ്പോൾ, താങ്ങാനാവാതെ വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ട് കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല. സാഹചര്യങ്ങളിൽ പതറാതെ ഇരിക്കണമെങ്കിൽ ഒരു കുഞ്ഞിനെ ഐക്യുവിനേക്കാൾ ഈക്യുവിനേക്കാൾ എസ്ക്യു സ്പിരിച്വൽ കോഷ്യൻ വേണം. ആ അടുത്തത് കൊടുക്കണം. അതിനൊരു ഗുരുസന്നിധിയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കുക. ഗുരുവിന്റെ ദർശനം കുഞ്ഞുങ്ങളുടെ ചെവിയിൽ കുറിച്ചു കൊടുക്കുക. അതൊക്കെ അവരെ ശക്തരാക്കും. അല്ലാതെ നിങ്ങൾ അവർക്ക് ഒരു പണം തേടി വെക്കേണ്ട. മൂല്യമുള്ള വിദ്യാഭ്യാസമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇത് പറയാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി കുശലാത് സത്യധർമാഭ്യാം ന പ്രമാദ്യേ വിഭൂതയെ. പണം ഉണ്ടാക്കാൻ വേണ്ടി കുടിലമായ പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഇവിടെ മക്കളെ കഞ്ചാവിന്റെ വാഹകരായി, ലഹരി വസ്തുവിന്റെ വാഹകരായി, വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നു, പണം കൊള്ളയടിക്കുന്നു. എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിച്ചു മോഷ്ടിച്ചു എന്നാണ് ഇന്ന് കുഞ്ഞുങ്ങളെ റിസർച്ച് ചെയ്യുന്നത്. ഗുരു പറയാണ്, കുശല സത്യധർമ്മങ്ങൾ വെടിഞ്ഞ് ജീവിക്കരുത്. പണം ഉണ്ടാക്കാൻ വേണ്ടി മോശമായ മർമ്മങ്ങൾ ചെയ്യരുത്. സദാചാരത്തിലും പറഞ്ഞു തന്നു, ശ്രീനാരായണധർമ്മത്തിലും ഗുരു അത് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അത് പറയാണ്, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. ഏതൊക്കെ പഞ്ചമഹായജ്ഞങ്ങള്? ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, മാനുഷയജ്ഞം, ഭൂതയജ്ഞം, നമ്മൾ വിട്ടുപോലെ ദേവയജ്ഞം. 5 യജ്ഞങ്ങൾ ചെയ്യണം. ബ്രഹ്മയജ്ഞം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജപം, പഠനം, പാഠനം. സത്യദർശികളായ ഋഷീശന്റെ വാക്ക് എത്ര ക്ഷമയോടെ എന്ന് കേൾക്കണേ. എന്റെ സമയത്തിനുള്ളിലാണ്. എന്തായാലും എനിക്കൊരു ചാപ്റ്ററുണ്ട്, പെട്ടെന്ന് ഞാൻ തീർത്തേക്കാം. സമയം ചോദിക്കുന്നില്ല, നമ്മൾ സമയത്തിലേക്ക് നോക്കണ്ട, വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോ ജപം, പഠനം, പാഠനം വേണം. ഗുരുവിന്റെ വാക്കുകൾ പഠിക്കുക, അത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഹോമാദി യജ്ഞയാഗ ഹോമാദികൾ ചെയ്യുന്നതിനെയാണ് ദേവയജ്ഞം എന്ന് പറയാം. ക്ഷേത്രത്തിൽ പോകുക, ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുക, ഇതൊക്കെ ദേവയജ്ഞമാണ്. ഗുരുവിന്റെ ഹോമമന്ത്രം ചൊല്ലി നമ്മളുടെ അഹന്തയെ തന്നെ അതിലേക്ക് സമർപ്പിക്കുമ്പോൾ ദേവയജ്ഞം. വേറെ എന്തും നമ്മൾ തേടി പോകണ്ട. നമുക്ക് യജ്ഞം ചെയ്യാൻ ഒരു മന്ത്രം തന്നിട്ടുണ്ട് ഋഷി ഗുരു. അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒരു യജ്ഞത്തിനും നമ്മൾ പോകണ്ട. അവസാനം ചെയ്യുന്നവന്റെ അഹന്തയെയും കൂടി കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായി, യാതൊരു ഭാരമില്ലാത്തവനായി നിന്നിട്ട് ദൈവത്തോട് ചോദിക്കാൻ, ഇനി ഈ ഉള്ളവന്റെ ജീവിതത്തിന് ആവശ്യമായതും എന്റെ മോക്ഷത്തിന് ആവശ്യമുള്ളതാ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥമാണ്. സമർപ്പിച്ചിട്ട് ചോദിക്കും. ഗീത 18 അധ്യായങ്ങളും പഠിപ്പിച്ചിട്ട് കൃഷ്ണൻ അർജുനോട് പറയുന്നത് എന്താണ്? നീ എന്നിലേക്ക് സർവവും സമർപ്പണം ചെയ്യാനാണ്. അതുപോലെ നമ്മളെ തന്നെ ഈശ്വരന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. അല്ലെ, കളഭം തരാം, ഭഗവാന് മനസ്സും തരാം. എന്താ? ഭഗവാൻ ഇഷ്ടമുള്ള കളഭമാണ്. പക്ഷെ ആ കളഭത്തെ ഞാൻ എന്റെ മനസ്സാക്കിക്കൊണ്ടാണ് തരുന്നത്. അല്ലെ, ഒരു പൂ കൊടുക്കുമ്പോൾ അതിന്റെ മനസ്സാണ്. അവിടെയാണ് സങ്കല്പമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യജ്ഞമാണ്
ഭൂതയജ്ഞം. പ്രാണികൾക്ക് ആഹാരം കൊടുക്കുക. രാവിലെ അമ്മ തരുന്ന ആഹാരത്തിന്റെ ഒരു പങ്കെടുത്ത് ഒരു പാത്രത്തിൽ പുറത്തേക്ക് വെച്ചു കൊടുക്കുക. ഒരു പാത്രത്തിൽ ഇതിന് വെള്ളം വെച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇങ്ങനെ നോക്കി നടക്കും ആകാശത്തോടെ, എവിടെ ഇച്ചിരി വെള്ളമുണ്ടോ. നമുക്കൊക്കെ പൈപ്പിൽ നിന്ന് തുറന്ന് അമ്മ തിളപ്പിച്ച് വെച്ച് വെള്ളം കൊടുത്ത് കുടിക്കുക. ഇതൊക്കെ ആര് കൊടുക്കും അല്ലെ? അല്പം ആഹാരം പുറത്ത് വെതറിയിടുക. നമ്മൾ കണ്ടിട്ടുണ്ടോ ശരിക്കും ദേവാലയങ്ങളിലൊക്കെ ഈ ശ്രീഭൂതബലി നടത്തുന്നത്, കല്ലുമേലിന് ചോറ് വെതറിയിടുന്നത്, അതൊരു ഭൂതയജ്ഞ, ജീവികളെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അതുപോലെ പ്രാണികൾക്ക് ആഹാരം കൊടുക്കുക. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു മരം വെട്ടി വീട് വയ്ക്കാൻ സമയത്ത് ആ മരത്തിനോട് ചെന്നിട്ട് പറയുകയാണ്, മാപ്പ് ചോദിക്കുക. മാപ്പ് ചോദിച്ചിട്ട് അതിന് ബലി അർപ്പിക്കുക. എത്രയോ കാലം ശ്രേഷ്ഠ സംസ്കാരമാണ് നമ്മളെ പഠിപ്പിക്കുന്ന പോലും. എത്രയോ കാലം തണല് തന്നു, ഫലങ്ങൾ തന്നു. ഇവിടെ ഇങ്ങനെ കാറ്റും മഴയും മഞ്ഞും ഒക്കെ സഹിച്ചു നിന്ന ഈ മരം ഞാൻ മുറിക്കാൻ പോവുകയാണ്. എനിക്ക് അടിയൊരു വീടുണ്ടാക്കാൻ വേറെ മാർഗമില്ല. അത് വെട്ടുമ്പോൾ അതിന് ബലിയിട്ടുകൊണ്ട് അതിനോട് മാപ്പ് ചോദിച്ചിട്ട് പറയുക, അല്ലയോ വൃക്ഷമേ, നിന്നിൽ താമസമാക്കിയിരിക്കുന്ന എത്രയോ പക്ഷികളും മറ്റു ജീവജാലങ്ങളും ഉണ്ട്. ഞാനിത് വെട്ടുമ്പോൾ അവർക്ക് വീടില്ലാതെയാകും. അതുകൊണ്ട് എന്റെ ജഗദീശ്വര, ഇവരെ സ്വസ്ഥമായി മറ്റൊരു വൃക്ഷത്തിലേക്ക് താമസിപ്പിച്ചേക്കണേ. താത്കാലികമായി അവർക്ക് വന്ന കഷ്ടപ്പാടുകൾക്ക് മാത്രം. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ മനുഷ്യർക്ക് തന്ന കാരണം. ഒരു മുളക് നട്ട് ആ മുളക് പറിച്ചെടുക്കുമ്പോഴും ഒരു ഭക്തിയോടെ മാപ്പ് പറഞ്ഞുകൊണ്ട് പകരം പറ്റുമെങ്കിൽ വെച്ചു എടുക്കുന്നത് കൊടുക്കുക വേണമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു വിനയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ പിന്നെ അടുത്തത് മനുഷ്യയജ്ഞം പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ പോലെ അല്ലാതെ നിസ്സഹായരും നിരാലംബരമായ എത്രയോ മനുഷ്യന്മാരുടെ ലോകത്ത്. അവർക്ക് ധനം കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ എങ്കിലും ഒരു നല്ല സാന്ത്വനമേകുന്നതിനെയാണ് മനുഷ്യയജ്ഞം എന്ന് പറയുക. ഈ 5 കടങ്ങൾ തീരുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ ഈ യാത്ര, എൻ്റെ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കടന്നു പോകുകയും ഒടുവിൽ അവയുടെ പരമപദം പ്രാപിക്കുകയും ചെയ്യും. അടുത്ത ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരികയാണ്. പറയാണ് കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു ബ്രഹ്മചര്യ ആശ്രമം കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥി കുടുംബ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ അത് പറയുന്നത് 7ാം സത്യത്തിൽ ഗാർഹസ്ഥ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടക്കുമ്പോൾ വിവാഹം എങ്ങനെ വേണം? ഗുരു പറയാണ്, ഗുരുകുലത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം. എന്നുവെച്ചാൽ കുട്ടികളെ എന്നോട് ചോദിക്കും, ടീച്ചറെ ജാതി ഇല്ലാന്ന് പറഞ്ഞ ഗുരു എന്താ അങ്ങനെ ജാതി പറഞ്ഞ്? നമ്മുടെ മക്കളെ ഗുരുകുലം എന്ന് പറഞ്ഞ ജാതിയാണോ? ഗുരുകുല സംസ്കാരത്തിൽ നിന്ന്, ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിച്ച കുട്ടികൾക്ക് സംസ്കാരം വേറെയാണ്. വീട്ടിൽ അമ്മ വിളക്ക് കത്തിച്ച് എല്ലാ ആചാരക്രമങ്ങളും അനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നൊരു കുഞ്ഞിനെ ഇതൊരു സംസ്കാരവും ഇല്ലാത്തൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ബുദ്ധിമുട്ടാവും അല്ലെ? അതുകൊണ്ട് പറയുകയാണ്, ഗുരുകുലത്തിൽ നിന്ന് നല്ല സംസ്കാരമുള്ള വിദ്യാസമ്പന്നയായ കുട്ടിയെ കല്യാണം കഴിക്കണം, വിവാഹത്തിന് സ്വീകരിക്കണം. ഗുരുവിന്റെയും ആചാര്യന്റെയും ഗുരുവിന്റെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടു കൂടി വേണം. ഇന്നലെ കണ്ട ചേട്ടനെ അമ്മയെയും അച്ഛനെയും എല്ലാവരെയും മറന്നുകൊണ്ട് ഒറ്റ സുപ്രഭാതത്തിൽ പോവുക എന്നുള്ളത് അവരെ ഗാർഹസ്ഥ്യ ധർമ്മം ശോഭനമാക്കുകയില്ല. ഈ 3 പേരുടെ അനുഗ്രഹം കൂടിയേ തീരും. കാരണം നമ്മുടെയൊക്കെ നെഞ്ചത്ത് പൊക്കലിൽ ഒരു പാടുണ്ടല്ലേ, അമ്മയുമായി നമ്മൾ ചേർന്നിരുന്ന ഒരുപാട്, അമ്മയിൽ നിന്ന് ആഹാരം ഊറ്റി കുടിച്ചിരുന്ന, അമ്മയുമായി ചേർത്ത് വെച്ച് നമ്മളെ ജീവിപ്പിച്ച ആ ഒരു പൊക്കൽ കൂടി, അത് കുറിച്ചപ്പോഴല്ലേ നമ്മൾ വേർപെട്ടവരായത്. പക്ഷെ അത് നമുക്ക് എന്നും ഒരു പാടായിട്ടുണ്ട് നമ്മളിൽ അല്ലേ? അത് നമ്മുടെ അമ്മയെ ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെ? അത്രയും വളർത്തിയെടുത്ത അമ്മയോട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഒരു വാക്കുപോലും പറയാതെ പോകുന്ന കുട്ടികളുടെ ജീവിതം എവിടെ സാക്ഷ്യമാകുന്നു? അനുഗ്രഹമാകണം എന്ന് ഗുരു പറയുകയാണ്. അതിനുശേഷം
വിവാഹത്തിന് സ്ത്രീധനം ചുരുക്കി പോവുകയാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണ്. എന്താ, ഒരു കുടുംബത്തിലെ 21 തലമുറകളിലേക്ക് നിലനിർത്തുന്നതിനുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ടാണ് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള മകളല്ല യഥാർത്ഥ മകള്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മകളാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. അപ്പോ ആ കുട്ടിയാണ് ഏറ്റവും വലിയ ധനം. ആ കുട്ടിയെ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് തന്നിട്ടാണ് നമ്മളിന്ന് വാങ്ങണമെങ്കിൽ കുട്ടിയെ പൈസ കൊടുത്ത് വാങ്ങിയ പോലെ ഇരിക്കും. അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ പറഞ്ഞ പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട. എന്ത് ചെയ്യാൻ പോലെ, എന്താ ചെയ്യാൻ പറ്റുക? എനിക്കറിയാൻ പറ്റുന്ന ചുറ്റുപാടും തന്നെ 5-6 പേരുണ്ട്, ഒറ്റ മക്കളാണ്. എന്ത് ചെയ്യാനും ടീച്ചറെ, ബാങ്കിൽ നിറയുണ്ട്, സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കാ കൊടുക്കണ്ടേന്നായിരുന്നു നോക്കണം. ഇവർക്ക് നല്ല ജോലിയുണ്ട്, എന്തിനാ നമ്മൾ ഈ സ്വത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരാളെ കെട്ടിക്കാൻ നിൽക്കണ്ട? എന്താ കാരണം എന്ന് വെച്ചാൽ വേണ്ട തീരുമാനമാണ്. അപ്പോ ഇന്ന് പെൺകുട്ടികളെ വിവാഹത്തിന് കിട്ടാനില്ല. നല്ല പെൺകുട്ടികളെ വിവാഹത്തിന് കിട്ടാനില്ല. ഈ വിവാഹം കഴിച്ചാൽ തന്നെയോ മക്കൾ വേണ്ട, പ്രസവിക്കാൻ മനസ്സില്ല. ആ രീതിയിലേക്ക് ഇതൊരു കോമൺ ആയിട്ട് നമ്മുടെ മക്കൾ മാറുന്ന ഒരു കാലഘട്ടം ആപത്താണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റൂ. ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ഓർക്കണ്ടേ? നമ്മൾ ഒരു അമ്മയുടെ വയറ്റിലല്ലേ ജനിച്ചതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റിയത്. എനിക്ക് ഇതിനെ പറ്റിയ ഉദാഹരണം വേറെ ഇല്ല പറയാം. അതുകൊണ്ടാണ് എന്നെ കൈപിടിച്ച അക്ഷരം എഴുതിയ ആള് ഒരു അമ്മയ്ക്ക് ജനിച്ചത് അല്ലേ? ആണ്. എനിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ ചികിത്സിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ജനിച്ച കുഞ്ഞാണ്. അപ്പൊ ഈ ലോകത്ത് മനുഷ്യരാശി നിന്നു പോകില്ലേ ഒരു സ്ത്രീ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ? ആ മനുഷ്യ ജന്മത്തിൽ നിന്നും സ്ത്രീ ജന്മത്തിൽ നിന്നും തന്നെ പതിച്ചു പോകില്ലേ? അപ്പൊ ഒരിക്കലും നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ജന്മമായ പുണ്യജന്മമായ പെൺകുട്ടികളെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഒന്നും നമ്മുടെ മക്കൾ പോകരുത്. അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാൽ മുൻപേ കടന്നു പോയവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളാണ് അവർക്കിത് വേണ്ടാന്ന് തീരുമാനമെടുക്കുന്നത്. കല്യാണം കഴിച്ച അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം പണ്ടുള്ള അമ്മമാരും പങ്കുവെച്ചത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അവരെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിരിക്കണം. പക്ഷെ നമ്മൾ നോക്കണം മക്കളെ, ഈ സ്വാതന്ത്ര്യമൊക്കെ കുറച്ച് നമുക്ക് ഒരു ലിമിറ്റ് വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് കടന്നു പോവുകയുള്ളൂ. ഞാൻ നോക്കുക, 1-ാം നൂറ്റാണ്ടില് ഫസ്റ്റ് സെഞ്ചുറി ഇതിപ്പോ നിൽക്കുന്നത് ഏത് നൂറ്റാണ്ടാണ്? 1-ാം നൂറ്റാണ്ടിൽ കാളിദാസ മഹാകവി ശാകുന്തളം എഴുതി. അതിലെ ശകുന്തളയെ കണ്ഠമഹർഷിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരു മഹർഷിയായ കണ്ഠമഹർഷി മോൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ശകുന്തളയ്ക്ക് കൊടുക്കുക, നീ ഒരു ഋഷിയുടെ കുടുംബത്തിൽ ജനിച്ചു, നീ ചെല്ലാൻ പോകുന്ന രാജകുടുംബത്തിലേക്കാണ്. അവിടെ ഇതുപോലെയുള്ള ഫലമൂലാദികളല്ല ഭക്ഷിക്കാൻ പോകുന്നത്. സമ്പന്നമായ വിഭവസമൃദ്ധമായ ആഹാരം, ഇതുപോലെ പൂവിന്റെ മൊട്ടല്ല കഴുത്തിലിടുന്നത്. സർവാഭരണ വിഭൂഷിതയായിട്ടാണ് നീ അവിടെ നിൽക്കുന്നത്. സർവ സുഖഭോഗങ്ങളിലേക്കാണ് നീ പോകാൻ പോകുന്നത്. പ്രാർത്ഥമകളായ ശകുന്തളയോട് പറയുക കണ്ണുമുനി പറയാ, ശുശ്രൂഷസ്വ ഗുരു പ്രിയ സഖീ വൃത്തിം സപത്നീജനേ ഭക്തുർവിപ്രകൃതാഭിരോഷണതയാ മോസ്മപ്രദീപം ഗമം ഭൂയിഷ്ടാം ഭവദക്ഷിണാം പരിജനേ ഭാഗ്യേശനസ്യേകിനി യാന്ത്യേമം യുവതയോ ഗൃഹിണീപദേ വാമാകുലസ്യാദയഃ. എത്ര കറക്റ്റാണ് ശിവചനം പറയാ. ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കണം മകളെ, യാത്രയേക്കുക, ദുഷ്യന്ത സ്വീകരിക്കുകയില്ല ഒന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോ ദുഷ്യന്ത കൊട്ടാരത്തിൽ മാതാപിതാക്കളെയും മുതിർന്നവരെയും നീ ശുശ്രൂഷിക്കണം. നീ രാജാവിന് സപത്നിമാരുണ്ടാവും, നീ ഒരാളല്ല ഭാര്യയായിട്ടുള്ളത്. ആ
അവരോട് കലഹിക്കാൻ പോകരുത്. സപത്നി അതായത് സഖികളെ പോലെ പ്രിയസഖീ വൃത്തിം കുരു, പ്രിയസഖികളോട് എന്തുപോലെ പെരുമാറണം. എന്നിട്ട് പറയാ ഭൃത്യന്മാർക്ക് കൈയടിച്ച് സഹായം ചെയ്യണം. എന്നിട്ട് പറയുന്ന ഭർത്താവ് ദ്വേഷിക്കുന്ന സമയത്ത് ഒരു രാജാവാണ്, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലപ്പോൾ മുഖം സംസാരിക്കും. അപ്പോൾ നീ ഒരിക്കലും ദേഷ്യപ്പെടരുത്. അദ്ദേഹത്തിനെതിരായി ഒരു വാക്കുപോലും സംസാരിക്കരുത്. എത്ര വലിയ ഉപദേശം ദൃഷ്ടിയെ കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ് ഏവം യുവതയ, ഇത്തരത്തിലുള്ള യുവതികൾ ഏത് കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവർ ഈ ലോകത്തിന് വിളക്കായ കുടുംബമായി മാറുന്ന കുടുംബനാഥ. യാന്ത്യേവം യുവതയ, ഇത്തരത്തിലുള്ള യുവതികളാണ് ശ്രേഷ്ഠന്മാരാവുന്നത്. ഇതിനെതിരുള്ളവരെ കുലാന്തകളായിരിക്കും. കുലസ്യാതയ, കുലത്തിന്റെ ആദി. പറയാറില്ല, ചില പെൺകുട്ടികളെ വന്നു കയറിയാൽ സമാധാനം പോയി, സ്വസ്ഥത പോയി, ഒന്നായി കഴിഞ്ഞത് പലതായി. അപ്പൊ ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്ന ഭർത്താവ് നിർദ്ദയം ദ്വേഷിക്കുന്ന സമയങ്ങളിലെല്ലാം ക്ഷമയോടെ ശാന്തമായി ഒരു സ്ത്രീ അതിനെ നേരിട്ടാൽ ആ സ്ത്രീ ഈശ്വരന്റെ പരിഗണനയിലായിരിക്കും. എന്തിനാ ഗുരു അങ്ങനെ പറഞ്ഞേ? അടിയിടിയും കൊണ്ട് കിടക്കാനാണോ ഗുരു പറഞ്ഞതല്ല. ഈ ക്ഷമ ഒരു സ്ത്രീക്ക് ഏത് കുടുംബത്തിൽ ഉണ്ടാകുന്നു ആ കുടുംബം അത്യുന്നത കുടുംബമായി മാറും. സ്ത്രീക്ക് അത് സാധ്യമാകൂ. ഒരു കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള സഹനശക്തിയും കഴിവും ഒരു സ്ത്രീയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അവിച്ഛിന്ന പ്രേമഭാജോ വർത്തന്തേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തമതിഭാവനം. ഏത് കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും പരസ്പരം മൈത്രി ഭാവത്തിൽ ആ പ്രേമഭാവത്തിൽ എവിടെ കഴിയുന്നോ ആ കുടുംബം അതിഭാവനമായിരിക്കും. എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ശ്രീനാരായണ വേദികളിൽ നിന്ന് വേദികളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചേട്ടനും ചേച്ചിയും വന്നിരുന്ന ചേട്ടൻ ഇരിക്കുന്ന ഇപ്പുറത്തെ ചേച്ചി ഇരുന്നതിനെ കസേര മാറ്റി ആൾക്കാർ പറയുന്നത് അവിടെ പോയി ഇരുന്നോ. എന്താ പറയാ, അത് ചേട്ടൻ എന്താ വിളിക്കുന്നത് പറയാ, എന്നെ മുത്തേന്നാണ് വിളിക്കുന്നത്. ചേച്ചി അപ്പോഴും അത് നാണമില്ലാതെ പറയാം, ലജ്ജയില്ലാതെ പറയാം. ആ ഗുരുവിന്റെ ദിവസം എത്ര സന്തുഷ്ടമായ കുടുംബമാണ്. അങ്ങനെ നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് രോഗമുണ്ടാവാം, ദാരിദ്ര്യമുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം. പക്ഷെ എന്താ, ആ അവിച്ഛിന്നമായ പ്രേമത്തോടുകൂടി സർവ കല്യാണ സമ്മതമായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇന്ന് എന്താ പറയാ, കടക്കെണിയിൽ പെട്ടുപോയിട്ട് കൂട്ട ആത്മഹത്യ പെരുകുന്ന കാലത്ത് ഒരു ഭാര്യാധർമ്മം എന്ന കൃതി പറഞ്ഞ കാര്യം തന്നെ ശ്രീനാരായണ ധർമ്മത്തിൽ പറയുകയാണ്, ചേർത്ത് ആവർത്തിച്ച് പറയുക. വസതിക്കൊത്ത ഗുണമുള്ളവളാകണം, വരവിൽ സമം വ്യയവും ചെയ്യുകയിൽ തന്റെ വാഴ്ചയ്ക്ക് വിനയാമവൾ. വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടാകണമെന്ന് ഗുരു പറയാം. ഒരു വീടിന്റെ മൊത്തം വരവെത്ര, ആ വരവിൽ കഴിഞ്ഞു പോകുന്നുണ്ടോ തന്റെ ചെലവുകൾ? അങ്ങനെയുണ്ടെങ്കിൽ അത് കടമുള്ള വീടായിരിക്കും, അവിടെ സർവനാശമായിരിക്കും ഫലം. ഒരു കൃത്യമാണ് കണക്കിൽ. ധർമ്മസംഘത്തിന്റെ പൈസ ഗുരു പറയും, അതിൽ കൃത്യമായി വരവ് ചിലവ് കണക്കുകൾ അന്നും എഴുതി സൂക്ഷിക്കണം. കുളിച്ച് വൃത്തിയായി വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മിനിസുമൊക്കെ എടുത്തിട്ട് ആ വരവും ചെലവും കൃത്യമായി എഴുതി ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുക. അവിടെ തിരുവിളയാടലുണ്ടാവും. ഒരു കലഹങ്ങളുണ്ടാവില്ല. ഒരു പ്രത്യേകം പറയുന്നതാണത്. വരവും ചെലവും തുല്യമാക്കണം. അതൊരു കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ആ വരവ് ചെലവ് കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ശ്രേഷ്ഠയാകണം. അതുകൊണ്ട് അവൾ ഉത്തമ കുടുംബിനിയായിരിക്കും. ഇനി കുടുംബിനിക്കില്ലാതാകിലെല്ലാം ഇരിക്കലും ഗുണമില്ല കുടുംബത്തിനില്ലാതാകും കുടുംബം. ആ കുടുംബിനിക്ക് ഗുണമില്ലെങ്കിൽ ആ കുടുംബിനി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയാണ് എപ്പോഴും മാതൃകയാക്കുന്നത്. അതിലൊക്കെ
എത്രയോ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുമ്പോഴും തൻ്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്ന വീട്ടിൽ എപ്പോഴും അമ്മയാണ്. ഏത് വഴിക്ക് നടക്കണം, കോളേജ് വിട്ട് വരാൻ 5 മിനിറ്റ് വൈകി അമ്മയുടെ വഴിയുണ്ടാവും. രാവിലെ ഇന്ന് വഴിയിൽ ഇറങ്ങി നിൽക്കാൻ പാടില്ല, പല്ല് തേച്ചോണ്ട് വഴി നിൽക്കാൻ അമ്മ അപ്പൊ വഴക്കോ അകത്ത് കയറും. ഇങ്ങനെ വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ. അടുക്കും ചിട്ടയുമായി ഒരു കുടുംബത്തെ കൊണ്ടുപോകുവാൻ നല്ല വഴിക്ക് നടക്കണം. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തിട്ട് അമ്മ എൻ്റെ കൈ ശരിക്കും പറഞ്ഞാൽ എത്ര തല്ലി ഞാൻ കൊണ്ടിട്ടുണ്ടെന്ന് അറിയുമോ? എടുക്കുമ്പോൾ അച്ഛൻ ചോദിച്ച തരില്ല. അപ്പോഴെന്ന് പെൻസിൽ എന്തോ വാങ്ങാനാണ്. അപ്പൊ ഇന്നും അതിൻ്റെയൊക്കെ ചൂടും ആ ഓർമ്മയും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയുന്നു, മോളെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പോലും ചോദിക്കാതെ 5 പൈസ എടുക്കരുത് കേട്ടോ. ഇങ്ങനെ ഇന്നും അമ്മയുടെ ഉപദേശങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കിടക്കുക. കാരണം എൻ്റെ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സാധു സ്ത്രീ എത്രയോ നന്മ ഉള്ളിൽ കരുതിയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ വിളക്കായി മാറണം ഒരു കുടുംബത്തിലിരിക്കുന്ന സ്ത്രീ എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ സ്ത്രീ നന്നായി ഒരു കുടുംബം നന്നായി എന്നുള്ളതാണ്. വരവ് ചെലവ് കണക്കുകൾ നോക്കുക, ശ്രദ്ധിക്കുക. ഇന്ന് നമുക്കറിയാം മിക്കവാറും രാത്രി സഞ്ചാരങ്ങൾ കൂടുന്നു, ആഹാരം പുറത്തു നിന്നാകുന്നു, അത് തൊഴുതേ അങ്ങനെ തന്നെ ആവുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യം പോകുന്നു, സാമ്പത്തിക നഷ്ടമാവുന്നു. അവിടേക്ക് നല്ല രീതിയിൽ ഒരു ഗൃഹത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു കുടുംബിനെ അവസാനത്തെ ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ എന്തായാലും ശ്രീനാരായണ ധർമ്മത്തിന് ഒരു സത്ത തന്നിട്ടുണ്ട്. അവസാനം പറയുകയാണ്, അപരക്രിയ മരിച്ച ജനനം മുതൽ മരണം വരെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ ശ്രീനാരായണ ധർമ്മം പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ശാവാശോ ദശാഹാനി ജ്ഞാതിനാമിക നിശ്ചിതം ഏകാദശേ ദിനേ കുര്യാത് ഹോമം പുണ്യാഹമേവ ച. ശവസംബന്ധമായ അശുചി 10 ദിവസം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ 14 ദിവസമാണ് ഈഴവർക്ക്, അല്ലെങ്കിൽ ഒരു സമുദായത്തിന് 36 ദിവസമാണ് അതിലും താഴ്ന്ന സമുദായത്തിന്. ഇങ്ങനെ ദിനക്കണക്ക് കൂട്ടിക്കൊണ്ട് പുല വെച്ചിരുന്ന ഒരു കാലത്ത് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ബോധാനന്ദ സ്വാമികളെ പോലെയുള്ളവർ 10 ദിവസം ആ ചടങ്ങ് തീർത്തിട്ടുള്ളവരാണ്. ഒത്തിരി ആയുധം പിടിച്ചിട്ടുണ്ട്. തടയാനുള്ളവരുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഇങ്ങനെ നേടിയെടുത്തതാണ് ഇതെല്ലാം. അപ്പോ 10 ദിവസം കഴിഞ്ഞാൽ ശവസംബന്ധമായ അശുചിയില്ല. 11-ാം ദിവസം ഹോമവും പുണ്യാഹവും നടത്തിയിട്ട് 12-ാം ദിവസം ക്ഷേത്ര ദർശനം ചെയ്യാം. ഇനി മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ സഹോദരന്റെ പുത്രന് വലിയ കർമ്മങ്ങൾ ചെയ്യാം. ഇനി സഹോദരന് പുത്രിയില്ലെങ്കിൽ സഹോദരിയുടെ പുത്രനെ ചെയ്യാം. സഹോദരനോ സഹോദരന്റെ പുത്രനോ സഹോദരിയോ സഹോദരിയുടെ പുത്രനോ ചെയ്യാം. ഇനി അവരാരുമില്ലെങ്കിൽ ദമ്പതികൾക്ക് പരസ്പരം ഇതിൽ പ്രക്രിയ ചെയ്യാവുന്നതാണ്. ഇത് പറയാണ്, ആരുമില്ലാതെ വിഷമിക്കേണ്ട ഒരാൾക്ക് പരസ്പരം ചെയ്യാം. ഇനി പരമമായ സത്യത്തെ അറിഞ്ഞതായി മാറിയവർക്ക് ഇതുപോലെയുള്ള കർമ്മങ്ങൾ, പിണ്ടക്രിയാതി കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും സാരമില്ല, അത് തെറ്റില്ല. കാരണം അവർ പരമത്തിലും അറിഞ്ഞവരാണ്. അല്ലാത്തവർക്ക് ഈ വിധി ഉണ്ട്. ഇങ്ങനെ ഗുരു പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഗുരു പറഞ്ഞിരിക്കുന്നത് സന്യാസാശ്രമമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സന്യാസാശ്രമത്തിൽ ഒരു സന്യാസി എങ്ങനെ വേണമെന്നുള്ളത് കൃത്യമായി ഗുരു പറഞ്ഞിട്ടുണ്ട്. കാവ്യവസ്ത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ അടുക്കും ചിട്ടയും സന്യാസി എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കാൻ പാടില്ല, എങ്ങനെയുള്ള മനസ്സോടുകൂടി ഇരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായി ഗുരു പറഞ്ഞു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മം നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ടായിരിക്കണം. അതിനെ തൊട്ട് വന്ദിച്ച് അത് ജീവിതത്തിന്റെ പാഠമാകണം, ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നാലും എനിക്ക് തന്നിട്ടുള്ള കർത്തവ്യം തീർത്തു പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അതുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ശാഖായോഗത്തിനോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിക്കാൻ എത്തിയിരിക്കുന്ന എൻ്റെ ആത്മ ജിജ്ഞാസുക്കൾക്ക്, മിത്രങ്ങൾക്ക് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുരുവോ